ഈ അടുത്ത കാലത്ത് ജനകീയ കോടതിയുടെ ഒരു എപ്പിസോഡിൽ ആങ്കർ ഹാഷ്മി അഖിൽ മാരാർ സ്ഥിരതയില്ലാത്ത ആളാണെന്നും വ്യക്തമായ നിലപാടുകളില്ലാത്ത ആളാണെന്നും ചിത്രീകരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിൽ ഹാഷ്മി യൂസ് ചെയ്ത ഒരു സെന്റൻസ് തന്നെയുണ്ട്. ഇത് നിലപാടല്ല പലപാടാണ് എന്നുള്ളത് വളരെ വൈറലായ ഒരു സെന്റൻസ് ആണ്. എന്താണ് ഈ നിലപാട് അല്ലെങ്കിൽ പലപാട്? നമ്മൾ എല്ലാവരും ജീവിതത്തിൽ നിലപാടിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരാണോ? ജീവിതത്തിന്റെ ഒരു മൊമെന്റിൽ പോലും നമ്മൾ നിലപാടുകൾ മാറ്റാത്തവരാണോ? ഒരു വ്യക്തി സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ്? അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് മനുഷ്യൻ തന്റെ നിലപാടുകൾ മാറ്റാൻ നിർബന്ധിതനാകുന്നത്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. നിലപാടെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലുള്ള നമ്മുടെ വീക്ഷണം, അതായത് നമ്മുടെ സ്റ്റാൻഡ്. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് നമ്മൾ നിലപാടെന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയി വരുന്നതൊക്കെ പലപാടാണ്. ഒരു ശരാശരി മനുഷ്യൻ കൃത്യമായി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവനാണെന്നോ മാറുന്നവനാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അയാളുടെ സാഹചര്യങ്ങൾ, അയാളുടെ അനുഭവങ്ങൾ, വ്യക്തിഗത മൂല്യങ്ങൾ ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും. ചിലര് സ്ഥിരതയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റു ചിലര് സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാൻ തയ്യാറാകുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടികളും കാലാനുസൃതമായി നിലപാടുകൾ മാറ്റാറുണ്ട്. ആധാറിനെ ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്ത പാർട്ടിയാണ് BJP. പക്ഷെ അവര് ഭരണത്തിൽ വന്ന ശേഷം ആധാർ അക്സെപ്റ്റ് ചെയ്ത് അത് കൊണ്ടുവന്നത് തന്നെ BJP ആണ്. പ്രധാനപ്പെട്ട വ്യവസായങ്ങളും വിഭവങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കി എല്ലാവർക്കും തുല്യമായ അവസരങ്ങളും ക്ഷേമവും ഉറപ്പാക്കി അതിലൂടെ സാമ്പത്തിക അസമത്വം കുറയ്ക്കുക. ഇതാണ് സോഷ്യലിസ്റ്റ് നയം. 1991 സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികൾ PV നരസിംഹറാവു സർക്കാരിന്റെ കാലത്താണ് നടപ്പിലാക്കിയത്. ഇത് മുൻപ് കോൺഗ്രസ് പിന്തുടർന്നിരുന്ന നേരത്തെ പറഞ്ഞ സോഷ്യലിസ്റ്റ് നയങ്ങളിൽ നിന്നുള്ള വലിയ മാറ്റമായിരുന്നു. സോ ഇതൊരു പലപാടല്ലേ? കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതി, ഇത് LDF സർക്കാർ ഇനിഷ്യലി ഓപ്പോസ് ചെയ്തിരുന്ന ഒന്നാണ്. പക്ഷെ ആദ്യം പോയി ഒപ്പിട്ടതും LDF സർക്കാർ തന്നെയാണ്. സോ ഇതും നിലപാട് മാറ്റമാണ്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ, എത്രയോ നിയമങ്ങൾ അമെൻഡ് ചെയ്തിരിക്കുന്നു. അമെൻഡ് ചെയ്ത് തന്നെ പണ്ടുണ്ടായിരുന്ന ആ നിലപാടിൽ നിന്നുള്ള മാറ്റമല്ലേ? സോ അത് തന്നെ ഒരു വലിയ എക്സാമ്പിൾ അല്ലേ നിലപാട് മാറി എന്നുള്ളതിന്. ഇനി ആസ് എ ഹ്യൂമൻ നമ്മൾ നിലപാട് മാറ്റുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. ഇനി ആ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1952 അലൻ ട്യൂറിംഗ് സ്വർഗരതിയുടെ പേരിൽ കുറ്റക്കാരനായിട്ട് വിധിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ജയിൽവാസം. സോ അദ്ദേഹം ചൂസ് ചെയ്തത് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ആയിരുന്നു. പക്ഷെ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകൾ അദ്ദേഹം സഹിച്ചു. അങ്ങനെ 41-ാം വയസ്സിൽ അദ്ദേഹം സൈനൈഡ് കഴിച്ച് മരിച്ചു. പിന്നീട് 2013 ഔദ്യോഗികമായി അദ്ദേഹത്തിന് മാപ്പ് നൽകി, നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചു, സ്വർഗരതി കോമൺ ആയിട്ട് മാറി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അലൻ ട്യൂറിൻ ഒരു വിക്ടിമായിട്ട് മാറി. ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ലോ അമെൻഡ് ചെയ്യുന്നത് കൊണ്ടും പണ്ടുള്ള നിലപാടിൽ നിന്ന് മാറുന്നത് കൊണ്ടുമാണ് ആദില നൂറ പോലുള്ള കപ്പിൾസിനെ സമൂഹം അംഗീകരിക്കുന്നതും അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നതും. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഡിജിറ്റൽ വിപ്ലവമായിരിക്കും. കാരണം ആദ്യം പണമിടപാടുകൾ ഇങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞപ്പം ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഭയങ്കര ആശങ്കയും പേടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇതിന്റെ ഒരു സൗകര്യം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഈസിനെസ്, ഇതിന്റെ ഒരു സുരക്ഷിതത്വം ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഇതിനെ അങ്ങ് ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്തത്. ഹോസ്പിറ്റലിലായിക്കോട്ടെ, പെട്രോൾ പമ്പിലായിക്കോട്ടെ, ടൈലറിംഗ് ഷോപ്പിലായിക്കോട്ടെ, ചായക്കടയിലായിക്കോട്ടെ, ഈവൻ പെട്ടിക്കടയിലാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് 1 രൂപ വരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ UPI യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ ഡ്രൈവുകളൊക്കെയാണ്. അതായത് ഇപ്പം ആദ്യമായിട്ടൊരു കാര്യം പരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് സംശയങ്ങൾ വരാം, അല്ലെങ്കിൽ പേടി വരാം. സോ അതിൽ ഏതെങ്കിലും ഒരു വലിയ സമൂഹത്തിൽ ഉന്നതരായ വലിയ ആൾക്കാർ ചെയ്യുമ്പം ആ ഒരു ഭയം നമ്മുടെ അടുത്തുനിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസ് ഒക്കെ ആദ്യമേ ഇതങ്ങ് പരീക്ഷിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയം അങ്ങ് ഇല്ലാതാവും. ഓക്കെ, അവർ ട്രൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കും കൂടെ ട്രൈ ചെയ്യാം. അപ്പം അവരുടെ ഒരു സ്വാധീനം, ഈ പറഞ്ഞ ഡോക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹ്യ പ്രവർത്തകരുടെയും സെലിബ്രിറ്റീസിന്റെ ഒരു സ്വാധീനം നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ എടുക്കാനുള്ള ഒരു കുറച്ച് ഭയം അല്ലെങ്കിൽ ആശങ്ക നമുക്ക് കുറഞ്ഞു കിട്ടുവാണ് ചെയ്യുന്നത്. ഈവൻ കോവിഡിന്റെ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സാമൂഹ്യ പ്രവർത്തകര്, ഡോക്ടേഴ്സ്, സെലിബ്രിറ്റീസ് ഒക്കെ ഞങ്ങളെ മാതൃകയാക്കണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രേരണയിൽ നമ്മളും എടുക്കും.
സോ അത് വ്യക്തമായ ഒരു സ്വാധീനമാണ് നമ്മളുടെ ഉള്ളിൽ ചെലുത്തിയിട്ടുള്ളത്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. സോ ഇത്രയും നാളും സ്മോക്ക് ചെയ്തപ്പോൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ആള് സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആളോട് പറയാണ്, നമുക്കൊരു ബേബി വരികയാണ്, അപ്പം നിങ്ങളിങ്ങനെ സ്മോക്ക് ചെയ്യുന്നത് എനിക്കും ദോഷമാണ്, നിങ്ങൾക്കും ദോഷമാണ്, നമ്മുടെ ബേബിക്കും ദോഷമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ സ്മോക്ക് ചെയ്യുന്നത് നിർത്തണം എന്ന് പറയാണ്. സോ ആള് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, നമ്മുടെ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സ്മോക്കിംഗ് നിർത്താൻ തീരുമാനിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു സ്വാധീനം ആൾക്ക് മാറ്റം വരുത്തുകയാണ്. സോ ഇത് ആളുടെ ഒരു നിലപാടിനെ മാറ്റാണ്. ആൾ ആ സ്മോക്കിംഗ് നിർത്തുന്നു. എൻ്റെ ഒരു സ്വാധീനം കാരണം. പണ്ട് നമ്മുടെ വീടുകളിലും കടകളിലും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു പ്ലാസ്റ്റിക് ബാഗുകൾ, കവറുകളൊക്കെ. ഇപ്പം അതിന്റെ ഉപയോഗം വളരെ കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം കുറയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ്? സമൂഹത്തിന്റെ ഒരു സമ്മർദ്ദം ഉള്ളത് കൊണ്ടാണ്. പ്ലാസ്റ്റിക് വിരുദ്ധ അവബോധം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുന്നുണ്ട്. സഞ്ചി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ സ്ത്രീകള് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒന്നാണ് സാനിറ്ററി പാഡ്സ്. ഇത് മണ്ണിൽ കുഴിച്ചിട്ടാൽ ഡീഗ്രേഡ് ആകത്തില്ല, കത്തിച്ചാൽ പൊല്യൂഷനും ആകും. അതുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് മെൻസ്ട്രൽ കപ്പ്. സാനിറ്ററി പാഡ്സിന് ടാക്സ് വാങ്ങിക്കുന്ന സർക്കാർ ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കംഫർട്ടബിൾ അല്ലാത്ത മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ട് സമൂഹത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് നമ്മൾ നമ്മുടെ നിലപാടുകൾ മാറ്റി മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. പ്രായവും പക്വതയും കൂടുമ്പോൾ ആളുകൾ കുറച്ചും കൂടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ബാച്ചിലർ ലൈഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇൻഷുറൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ പൈസ സേവ് ചെയ്യാം, ഇൻഷുറൻസിലിടാം, ഇങ്ങനെയൊന്നും നമ്മൾ അധികം ചിന്തിക്കത്തില്ല. അന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം, ട്രിപ്പ് അടിക്കണം, വെള്ളം അടിക്കണം, ഇങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളിലായിരിക്കും നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അതേസമയം കുറച്ചും കൂടെ ഏജ്ഡായി ഫാമിലി ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മൾ കുറച്ചും കൂടെ പൈസ കുറച്ചും കൂടെ സേവ് ചെയ്യണം, ഇൻഷുറൻസിലേക്ക് ഇടാം, അല്ലെങ്കിൽ അവിടെ സേവ് ചെയ്യണം, ഇവിടെ കൊണ്ടിടാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. തൊഴിലവസരങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ നിലപാടുകൾ മാറ്റാറുണ്ട്. ഞാൻ കയറിയ കമ്പനി ഇതാണ്, ഇവിടെ മാത്രമേ ഞാൻ നിൽക്കുള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഞാൻ മാറില്ല, ഇവിടെ മാത്രം ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുള്ളൂ എന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. എല്ലാവരും പല പല കമ്പനീസും, അല്ലെങ്കിൽ പല പല, ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ പല പല ഹോസ്പിറ്റലുകൾ, പല പല തൊഴിൽ സാഹചര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കമ്പനികൾ, അല്ലെങ്കിൽ നമ്മുടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണോ, നമുക്ക് ഹൈക്ക് കിട്ടുന്ന സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഏതാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ നമ്മുടെ നിലപാടുകൾ മാറ്റാറുണ്ട്. ഈ സെക്യൂരിറ്റി മുന്നിൽ കണ്ടിട്ട് ആളുകൾ പലപ്പോഴും അവരുടെ നിക്ഷേപത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ മാറ്റം വരുത്താം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ബാച്ചിലർ ലൈഫിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഹൈ റിസ്ക് ജോബൊക്കെ എടുക്കും. ചിലപ്പം വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ അകലത്തിൽ പോയി നിന്നിട്ട് ജോബ് ചെയ്യാനായിരിക്കും കുറേ പേർക്കൊക്കെ താല്പര്യം. പക്ഷെ അതേസമയം കുറച്ചും കൂടെ ഫാമിലിയായി, അപ്പം കുറച്ചും കൂടെ ഇൻറ്റിമസി ഒക്കെ വന്നു, കുറച്ചും കൂടെ ഫാമിലിയായി, കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഈ ഹൈ റിസ്ക് ജോബ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഫാമിലി ആയിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കണം, ഫാമിലിന്റെ കൂട്ടത്തിൽ നിൽക്കണം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ചിലരുടെ ആഗ്രഹം. സാധാരണ 25-30 വയസ്സുകളിൽ എടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ റിസ്ക് ഒന്നും ആരും ഈ 40-50 വയസ്സുകളിൽ എടുക്കാറില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് കുട്ടികളുടെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ജോലിയൊക്കെയാണ്. സോ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലുള്ള സുരക്ഷിതത്വത്തിന്റെ ആശങ്കയെ ബേസ് ചെയ്തിട്ടാണ്. പണ്ടൊക്കെ എല്ലാവരും ഫുഡ് സ്കിപ്പ് ചെയ്യായിരുന്നു. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കലോറീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി വെയിറ്റ് വരുന്നത് എന്നൊക്കെയുള്ള സയന്റിഫിക് കാര്യങ്ങൾ പ്രൂവൺ ചെയ്തപ്പം നമ്മൾ നമ്മുടെ നിലപാട് മാറ്റിയില്ലേ. പണ്ടത്തെ നമ്മുടെ അറിവായിരുന്നു മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കയറും എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ ഡോക്ടർമാർ പറയുന്നത് എന്താ? മുട്ട ഫുള്ള് കഴിക്കണം, അതിൽ ഫുൾ പ്രോട്ടീൻസ് ആണ് എന്നുള്ള കാര്യമാണ്.
1980 ഇടതുപക്ഷ സർക്കാർ കമ്പ്യൂട്ടർ വരുന്നതിനെ ശക്തമായി എതിർത്തായിരുന്നു. അന്നത്തെ അവരുടെ ആശങ്ക എന്ന് പറയുന്നത് തന്നെ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു. വ്യവസായ രംഗത്ത് മാറ്റം വന്നപ്പോൾ ഈ നിലപാട് തന്നെ മാറ്റി IT പാർക്ക് നിർമ്മിച്ച് ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. എന്റെ അഭിപ്രായത്തിൽ ഒരു കാര്യത്തിൽ മാത്രം പിടിവാശിയോടെ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് തയ്യാറാകുന്ന ഒരു നിലപാടാണ്. ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അറിവെന്ന് പറയുന്നത് ഒരുമാതിരി വളർച്ചയില്ലാതെ കെട്ടിക്കിടക്കുന്ന പോലെയല്ലേ. അത് മാത്രമല്ല, സ്വന്തം കാര്യങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഒന്നും കൂടെ പഠിക്കാനോ ഇത്തരക്കാര് തയ്യാറാകില്ല. ഇനി നിങ്ങൾ പറ, നിങ്ങൾ നിലപാട് മാറ്റാത്തവരാണോ? അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ.